മാരാര് കൊണ്ടുവന്ന ആ ജാതകം അക്കരെയുള്ള കോലോത്ത കുട്ടിയുടെ അത്രേ. ഭാനു ആ കുട്ടിയായിട്ട് ലോഹ്യത്തിലാന്നാ അറിഞ്ഞേ. വെടിത്തരമൊക്കെ കാട്ടിയത് അതുകൊണ്ടാന്നാ തോന്നണേ. മനസ്സിലായി. ഭാനുവിന് അതിപ്പോ പതിവില്ലാത്ത ഒന്നും അല്ലല്ലോ. പതിവില്ലാത്തതല്ല, പക്ഷേ അയാൾക്ക് 27 വയസ്സ് കഴിഞ്ഞ് കേൾക്കാവൂ. ദശാസന്ധിയാണ്, നന്നേ ചീത്തയാണ് സമയം. അതുകൊണ്ട് അതാ ഞാൻ നിഷ്കർഷിച്ച് ശിവഭജനം മുടക്കരുതെന്ന്. 27 കഴിയും വരെ ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം. ഞാനത് ഉണ്ണിയോട് പറയണമെന്ന് നിരീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഈശ്വര, ഉണ്ണിക്കും വേളിയില്ലാണ്ടായ. ഒന്നും അറിയാണ്ടല്ല, വിധി അങ്ങനെ ആച്ചാ പിന്നെ. ഇപ്പോ ഉണ്ണിക്ക് മോഹം ഉണ്ടാവില്ലേ? ഉണ്ടാവും. തലമുറ നിലനിൽക്കണമെന്ന് എനിക്കും ആഗ്രഹമില്ലായിട്ടല്ല. അയാൾക്ക് വേളി വിധിച്ചിട്ടില്ല. എന്താടോ പതിവില്ലാതെ താൻ കയറി വരിക? മടിക്കണ്ട, പോന്നോളൂ. ഇരിക്കുക. എന്താടോ തനിക്കൊരു ക്ഷീണം? പനിയുണ്ട? പനിയൊന്നുമില്ല. പിന്നെന്താ? ഇരുന്നോളൂ. അച്ഛൻ ശകാരിച്ച? അച്ഛനെ ആരെയും ശകാരിക്കാറില്ല. പിന്നെന്താ? ഞാൻ ആ കുട്ടിയുടെ കാര്യം അമ്മയോട് സൂചിപ്പിച്ചു, അമ്മ അച്ഛനോടും. പക്ഷേ ഞാൻ വിവാഹം കഴിക്കരുതെന്ന് അച്ഛൻ പറയണേ. ബ്രഹ്മചാരിയായി സന്യസിപ്പിക്കാനാ ഭാവം? അതല്ല, എന്തോ ചീത്ത കാലാത്രേ. അതുകൊണ്ട് അച്ഛൻ പറയണ ഞാൻ അറിയാണ്ട് കേട്ടതാ. ഇത്രയല്ലേ ഉള്ളൂ? തനിക്ക് ഇഷ്ടാച്ചാ ഈ വിവാഹം ഞാൻ നടത്തി തരാം. തന്റെ ഏട്ടനായിട്ട് ഞാൻ ഉണ്ടല്ലോ. ഇതിനാ ഇത്ര ദുഃഖിച്ചിരിക്കണേ? താൻ വിഷമിക്കണ്ട, ഏട്ടനേറ്റു. ബി എ മാൻ. അതല്ല പേടി, അച്ഛൻ പറഞ്ഞ പഴക്കില്ല. എന്തോ ദുര്യോഗം ഉണ്ടത്രേ. അത് കഴിയണവരെ. തിരുമേനി പേടിക്കണ്ട, വല്ല 7.5 ശനിയോ കണ്ടകനോ ഉണ്ടാവായിരിക്കും. അതിപ്പോ ആർക്കാ ഇല്ലാത്ത? നമുക്ക് ആ കേശവ കണിയാരെ ഒന്ന് കാണാം. സൂത്രത്തിൽ തിരുമേനിയുടെ ജാതകം ഒന്ന് കൊടുക്കാം. ആള് യോഗ്യനാട്ടോ. പോരാഞ്ഞ് പാഴൂർ കണിയാരുടെ കുലവും വള്ളി പുള്ളി തെറ്റില്ല. ഇക്കാര്യത്തില് ഇവിടത്തെ അച്ഛന്റെ മീതയാ. അതിന് എന്റെ ജാതകം വേണ്ട. സമയം, തീയതി, കൊല്ലം അറിയില്ലേ? നാളും ധാരാളമായി ഒക്കെ കണിയാൻ കണിച്ചോളും. എന്നാ ഇപ്പൊ തന്നെ പോയാലോ? ഇതിപ്പോ മകരം 10, 26 വർഷം 9 മാസം 14 ദിവസം കഴിഞ്ഞു. വ്യാഴം കഴിഞ്ഞു, ശനി തുടങ്ങിയെന്നർത്ഥം. അപ്പോ എന്താപ്പോ വിശേഷിച്ചറിയാനുള്ളത്? അതിപ്പോ എന്റെ ഒരു കൂട്ടുകാരന്റെ ആവശ്യ. എന്താ അറിയണ്ടാച്ചാൽ ചോദിക്ക. പൊതുവായിട്ട് എന്താ നിലാന്നറിയണം. പിന്നെ വേളിക്ക് കാലായൊന്നും, അതാ മുഖ്യം. വിവാഹം അല്ലേ? അതിപ്പോ 6 മാസം വരെ. പിന്നെ ഇതിപ്പോ ആരുടെ ഗ്രഹനിലെന്നാ പറഞ്ഞേ? അത് എന്റെ ഒരു കൂട്ടുകാരന്റെ എന്ന് പറഞ്ഞല്ലോ. കൂട്ടുകാരൻ വെച്ചാലോ ഇവിടേക്ക് നന്നേ അടുപ്പമുള്ള ആളാണോ? അതോ? അതെ, നന്നേ അടുപ്പുണ്ട്. അതുകൊണ്ടാ ഞാൻ തന്നെ പോന്നത്. എന്നാ ഒന്ന് പറയാലോ, വിവാഹം ഇപ്പൊ വേണ്ട, ഒരു 6 മാസം കഴിയട്ടെ, അതാ നല്ലത്. എന്നാലോ 6 മാസം കഴിഞ്ഞാൽ? കഴിഞ്ഞാ പറയാം. എന്താ അച്ഛ വ്യക്തമായി പറയാ?
അഷ്ടമാധിപതോ കേന്ദ്രേ ലഗ്നേശേ ബലവർജിതേ അഷ്ടമേ പാപ സംയുക്തേ എന്നാണ്. അങ്ങനെ വന്നാൽ അതായത് ലഗ്നത്തിൽ നിന്ന് 8ാം ഭാവാധിപൻ കേന്ദ്രത്തിൽ നിൽക്കുക, ലഗ്നാധിപന് ബലമില്ലാണ്ടിരിക്കുക, 8ൽ പാപം ഉണ്ടാവുക. ഇവിടെ ഇതൊക്കെ ഒത്തുണ്ട്. അതും പോരാന് എന്താ കണിയാര് പറയണേ? കഥൈ നവഭ്രഷ്ടോപി ഗതാസോ ബന്ധുമിത്രാണം ദുഷ്ശ്രവണം മരണം. അതാണ്. ഇതിലധികം പറയാൻ പാടില്ല. ഞങ്ങൾ പറയാറുമില്ല. നന്നേ ചീത്ത കാലാണ്. ആയുസിന് തന്നെ. ആയുസിന് ചീത്തച്ച എങ്ങനെയാ പറയാ? എങ്ങനെ ചിന്തിച്ചാലും 27 മേപ്പെട്ട് കാണുന്നില്ല. പിന്നൊക്കെ ഈശ്വരേച്ഛയാണെന്നല്ലാണ്ട് ഒന്നും പറയാൻ തോന്നുന്നില്ല. പരിഹാരം ഒന്നും വല്ല മൃത്യുഞ്ജയ ഹോമം എന്തെങ്കിലും? ശിവ ശിവ, നാരായണഭ്രാന്തന്റെ കഥ കേട്ടിട്ടില്ലേ? സാക്ഷാൽ ഭഗവതിക്ക് തന്നെ ആയുസിന് ഒരു മാത്രം കൂട്ടാനും കുറയ്ക്കാനും ആവില്ല. അലംഘനീയ കമലാസനാജ്ഞ എന്നല്ലേ? പിന്നെ അടുത്ത കൂട്ടുകാരന്റെ ആവോണ്ട് പറയുക. ഇതൊന്നും ഇവിടുന്ന് ആരോടും, പ്രത്യേകിച്ച് ഈ ജാതകക്കാരനോട് പറയാണ്ടിരിക്കുക. ഞാനും പറയാൻ പാടില്ലാത്തതാ പറഞ്ഞ്. പിന്നെ എന്താച്ചാ, ഒരു പെൺകുട്ടി വിഷമിക്കരുതല്ലോ. നോട്ടക്കുറവുകൊണ്ട് അബദ്ധം പറ്റിയാൽ നല്ലോണം സൂക്ഷിക്കാൻ പറയണം. ഏറെ ഉണ്ട് യോഗത്തിന്റെ ശക്തി. സമയാച്ചാ നിമിത്തവും. ആസകലാൽ പാടെ നന്നായിട്ടൊന്നും കാണാനില്ല. അപ്പോ വേണ്ട, ഞാൻ പിന്നെ വാങ്ങിച്ചോളാം. എന്താ പറഞ്ഞേ കണിയാര്? അച്ഛൻ പറഞ്ഞതൊക്കെ തെറ്റാ. എനിക്കൊരു ദുഃഖത്തിനും കാരണമില്ലെന്ന് കണിയാര് തീർത്തു പറഞ്ഞു. വിവാഹവും ഉടനെ നടക്കുമെന്ന്. അതും എനിക്ക് ഇഷ്ടപ്പെട്ട ആളെ തന്നെ. സന്തോഷായി. ജാതകം വിശേഷ അത്ര. ഇതുപോലൊരു ജാതകം കണ്ടിട്ടില്ല അന്ന്. ശശമഹായോഗവും കേസരി യോഗവും ഒക്കെ ഉണ്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, കണിയാര് പറഞ്ഞ ഉറപ്പാ, അശേഷം മാറില്ല. ഇപ്പൊ സന്തോഷായില്ലേ? വരിക, നമുക്ക് ഏതായാലും ഇതൊന്നും ആഘോഷിക്കണം. ഞാൻ ആ അമ്പലത്തിൽ ചുറ്റുവിളക്ക് നേർന്നത് നന്നായെന്ന് തോന്നുന്നു. അതിനുള്ള കാശ് ഭാനുപൂരി തരണം. ഞാൻ ഇല്ലത്തേക്കൊന്ന് ചെല്ലട്ടെ. അച്ഛൻ അന്വേഷിക്കുന്നുണ്ടാവും. ഇത്തിരി കഴിഞ്ഞു പോവാന്നേ. നല്ലൊരു ദിവസമായിട്ട് ഭാനുപൂരി അവിടെ നിൽക്കുക. ഒന്ന് അവിടെ നിൽക്കാന്ന്.